എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസാല കുത്തലൊന്നും ഇല്ലാതെ എല്ലാത്തിനും എടുക്കാൻ പറ്റുന്ന ഒരു ഗരം മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പട്ട, ഗ്രാമ്പു, തക്കോലം, ജാതിപത്രി, ഏലക്ക, പട്ടയുടെ ഇല ഇതെല്ലാം എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കുറച്ച് മാത്രം എടുത്ത് കുറേശ്ശെയായിട്ട് ഗരം മസാല പൊടിച്ചു വെക്കാം. കൂടുതൽ ഒരുമിച്ച് പൊടിച്ചു വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചാലും കുറേ നാളിത് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇതിൻ്റെ മണമൊന്നും വേഗമൊന്നും പോവില്ല. ഇപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കറുവപ്പട്ടയാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. അത് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗരം മസാല കറി ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനും എല്ലാം നല്ലതാണ്. നല്ലൊരു മണം ഉണ്ടാകുന്ന ഗരം മസാലയാണ് ഇത്. ഞാൻ മുളകൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ചൂടാകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ പട്ടയെല്ലാം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പട്ടയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു ചെറിയ പീസാക്കിയിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അധികം ചൂടായി പോകരുത്, അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് മെല്ലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് തക്കോലാണ് ഇട്ട് കൊടുക്കുന്നത്. ആ സ്റ്റാറിൻ്റെ രൂപത്തിലുള്ളതാണ് നമ്മൾ തക്കോലം എന്ന് പറയുന്നത്. അതിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഗ്രാമ്പു ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഏലക്കായ കൂടി ഇട്ട് കൊടുത്ത് മൂന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ജാതിപത്രിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്കിട്ട് കുറച്ച് തണുക്കാൻ വെക്കാം. ഇതൊരു ഇളം ചൂടോട് കൂടി തന്നെ പൊടിച്ചെടുക്കണം. എന്നാൽ നല്ലതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മളെല്ലാം പ്ലേറ്റിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് ചൂടെല്ലാം കുറഞ്ഞ് വരട്ടെ. ഒരിളം ചൂടിൽ നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ചെറിയ ജാറിലാണ് ഇട്ട് പൊടിച്ചെടുക്കാൻ നല്ലത്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ ഇതൊരു ഇളം ചൂടിൽ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ജാറിലേക്കിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ഒരു പ്രാവശ്യം ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ ഒരു തവണ കൂടി മൂടി തുറന്ന് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുത്താൽ മതി. നനവൊന്നും തീരെ ഇല്ലാത്ത ഒരു ജാറിലാണ് നമ്മൾ ഇതിട്ട് പൊടിക്കേണ്ടത്. ഇപ്പോൾ ഗരം മസാലയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റിലേക്കിട്ട് അത് നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കേണ്ടത്. കുപ്പിയെല്ലാം നല്ലതുപോലെ കഴുകി തുടച്ച് നനവൊന്നും ഇല്ലാത്ത കുപ്പിയിലാണ് നമ്മളിത് ഇട്ട് വെക്കേണ്ടത്.